എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 ഏറ്റവും അപകടകരവും രോമാഞ്ചജനകവുമായ ആ മത്സരത്തിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെയും അക്ഷരാർത്ഥത്തിൽ കണ്ണീരണിയിച്ചു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ നടന്ന ആ 36ാം ബ്ലോക്ക് ബസ്റ്റർ മത്സരത്തിന്റെ കഥയാണിത്. കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി എന്ന യുവസിംഹം വെറും 36 പന്തുകളിൽ സെഞ്ചുറി തികച്ചുകൊണ്ട് സൃഷ്ടിച്ച ആ സംഹാര താണ്ഡവം ക്രിക്കറ്റിന്റെ ചരിത്രതാളുകളിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ടുകഴിഞ്ഞു. എന്നാൽ യഥാർത്ഥ കഥ ആരംഭിച്ചത് മത്സരശേഷമാണ്. കുട്ടികളെപ്പോലെ ലോകത്തിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ഈ ചരിത്ര നേട്ടത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ആ 15 വയസ്സുകാരൻ സ്വന്തം മാതാപിതാക്കൾക്ക് നൽകിയപ്പോൾ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയമാണ് അവൻ കീഴടക്കിയത്. ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് നായകൻ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. പാറ്റ് കമ്മിൻസിനെ പോലുള്ള ലോകത്തിലെ ഏറ്റവും അപകടകാരികളും തന്ത്രശാലികളുമായ ബൌളർമാരായിരുന്നു ഹൈദരാബാദിന്റെ ആയുധപുരയിലുണ്ടായിരുന്നത്. ഏത് ബാറ്റിംഗ് നിരയെയും തകർത്തെറിയാൻ കെൽപ്പുള്ളവർ. രാജസ്ഥാൻ റോയൽസിനായി യശസ്വി ജയ്സ്വാൾ ബാറ്റിംഗിനിറങ്ങിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അദ്ദേഹത്തിന്റെ പേര് ആർത്തുവിളിക്കുകയായിരുന്നു. എന്നാൽ ഹൈദരാബാദ് ബൌളർമാർ തുടക്കത്തിൽ തന്നെ വരിഞ്ഞു മുറുക്കിയതോടെ ജയ്സ്വാൾ കടുത്ത സമ്മർദ്ദത്തിലായി. വെറും 8 പന്തുകൾ നേരിട്ട ജയ്സ്വാൾ 10 റൺസെടുത്ത് ഇഷാൻ മലിംഗയുടെ പന്തിൽ പുറത്തായി. മത്സരത്തിന്റെ 2.2 ഓവറിൽ ടീം സ്കോർ വെറും 40 റൺസിൽ നിൽക്കെ ആദ്യത്തെ വലിയ വിക്കറ്റ് വീണപ്പോൾ സ്റ്റേഡിയത്തിൽ കനത്ത നിശബ്ദത തളംകെട്ടിനിന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി മൈതാനത്തേക്ക് കാലെടുത്തുവെച്ചത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ലോകത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത ഒരു കൗമാരക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ T20 ലീഗിൽ തിങ്ങി നിറഞ്ഞ 30,000 കാണികൾക്ക് മുന്നിൽ തന്റെ ടീമിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ വരുന്നു. മുന്നിൽ 140 കിലോമീറ്ററിലേറെ വേഗതയിൽ ബൗൺസറുകൾ എറിയാൻ തയ്യാറായി നിൽക്കുന്ന ഹൈദരാബാദിന്റെ കൂറ്റൻ ബൌളർമാർ. ഈ സമ്മർദ്ദത്തിൽ ആ കുട്ടി തകർന്നുപോകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ വൈഭവിന്റെ ലക്ഷ്യങ്ങൾ മറ്റൊന്നായിരുന്നു. ക്രീസിലെത്തിയ നിമിഷം മുതൽ വൈഭവ് അഴിച്ചുവിട്ട സമാനതകളില്ലാത്ത ആക്രമണം കണ്ട് ഹൈദരാബാദ് നായകന് വരെ വിയർത്തു. ഒട്ടും സമയം കളയാതെ വെറും 37 പന്തുകൾ നേരിട്ട് അവൻ 103 റൺസിന്റെ ഭയാനകവും ആക്രമണോത്സവവുമായ ഒരു സെഞ്ചുറി നേടി ചരിത്രത്തിന്റെ പകലുവലെ കീറിയെറിഞ്ഞു. ഈ ചരിത്ര ഇന്നിംഗ്സിൽ വൈഭവിന്റെ സ്ട്രൈക്ക് റേറ്റ് 278.68 ആയിരുന്നു. T20 ക്രിക്കറ്റിൽ 278 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുക, അതും 37 പന്തുകളോളം, അതൊരു സാധാരണ കാര്യമല്ല. അസാധാരണമായ പ്രതിഭയുടെയും തികച്ചും ഭയരഹിതമായ മാനസികാവസ്ഥയുടെയും ലക്ഷണമാണത്. ഈ കൊടുങ്കാറ്റ് പോലുള്ള ഇന്നിംഗ്സിൽ മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കുമായി 12 തകർപ്പൻ സിക്സറുകളും അവൻ പറത്തി. നേരിട്ട 37 പന്തുകളിൽ 12 എണ്ണം അവൻ നേരിട്ട് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലേക്കാണ് അയച്ചത് എന്നോർക്കണം. പാറ്റ് കമ്മിൻസ് അവനെ കൊടുക്കാൻ ഒരു സ്ലോ ബൗൺസർ എറിഞ്ഞപ്പോൾ വളരെ നിസ്സാരമായി അവനത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറത്തിക്കളഞ്ഞു. സ്പിന്നർമാർ പന്തെറിയാൻ വന്നപ്പോൾ അവന്റെ കാലുകൾ അതിവിദഗ്ധമായി ഉപയോഗിച്ച് പന്ത് അവൻ നേരെ സൈഡ് സ്ക്രീനിലേക്ക് അയച്ചു. ഇന്നലെ ആ യുവതാരത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹൈദരാബാദിന്റെ ഒരു ബൌളർക്കും കഴിഞ്ഞില്ല. വെറും 36 പന്തിൽ വൈഭവ് തന്റെ സെഞ്ചുറി തികച്ചപ്പോൾ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ കാഴ്ച അവിസ്മരണീയമായിരുന്നു. ഓരോ കാണിയും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുനിന്ന് കൈയടിച്ചു. 13.5 ഓവറിൽ ടീം സ്കോർ 170 നിൽക്കെ ഷാക്കിബ് ഹുസൈന്റെ പന്തിൽ പുറത്താകുമ്പോഴേക്കും വൈഭവ് തന്റെ ജോലി പൂർത്തിയാക്കിയിരുന്നു. 220 എന്ന വലിയ ലക്ഷ്യവും ചെറുതായി തോന്നുന്ന ഒരു മൊമെന്റം അവൻ രാജസ്ഥാന് നൽകി. 35 പന്തിൽ 51 റൺസെടുത്ത ധ്രുവ് ജുറയിലും അവന് മികച്ച പിന്തുണ നൽകി. ഇവരുടെ മികവിൽ രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസ് എന്ന കൂറ്റൻ മല കെട്ടിപ്പടുത്തു. എന്നാൽ യഥാർത്ഥ വൈകാരിക മുഹൂർത്തങ്ങൾ ആരംഭിച്ചത് മത്സരശേഷമാണ്. രാജസ്ഥാൻ ഈ മത്സരം വിജയിക്കുകയും പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഒരൊറ്റ പേര് മാത്രം ആർത്തുവിളിക്കുകയായിരുന്നു: വൈഭവ്, വൈഭവ്. പ്രശസ്ത കമന്റേറ്റർ ഹർഷ ഭോഗ്ലെ വേദിയിലുണ്ടായിരുന്നു. വളരെ ആവേശത്തോടെ അദ്ദേഹം മാൻ ഓഫ് ദ മാച്ച് അവാർഡിനായി വൈഭവ് സൂര്യവംശിയുടെ പേര് വിളിച്ചു. വളരെ പതുക്കെ നടന്നുകൊണ്ട് വൈഭവ് വേദിയിലെത്തി. ആ 15 വയസ്സുകാരന്റെ മുഖത്ത് വല്ലാത്തൊരു നിഷ്കളങ്കതയുണ്ടായിരുന്നു. തിളങ്ങുന്ന മാൻ ഓഫ് ദ മാച്ച് ട്രോഫിയും 1 ലക്ഷം രൂപയുടെ ചെക്കും അവന് കൈമാറി. അവിടെയുണ്ടായിരുന്ന ഓരോ വ്യക്തിക്കും ആ യുവതാരത്തെ കണ്ട് അഭിമാനം തോന്നി. ഹർഷ ഭോഗ്ലെ പുഞ്ചിരിച്ചുകൊണ്ട് മൈക്ക് വൈഭവിന് നേരെ നീട്ടി ചോദിച്ചു: വൈഭവ്, 15 വയസ്സിൽ വെറും 36 പന്തിൽ സെഞ്ചുറി. ഇന്ന് നിങ്ങൾ നടത്തിയ ബാറ്റിംഗ് ഈ സ്റ്റേഡിയം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതാണ്. ഇത്ര ചെറുപ്പത്തിൽ ഇത്രയധികം ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിനു ശേഷം നിങ്ങൾക്ക് ഇപ്പോഴെന്തു തോന്നുന്നു? ഹർഷ ഭോഗ്ലെ ഈ ചോദ്യം ചോദിച്ചയുടനെ വേദിയിൽ വല്ലാത്തൊരു അന്തരീക്ഷം രൂപം കൊണ്ടു. വൈഭവിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൻ മൈക്ക് കയ്യിലെടുത്തു, തല കുനിച്ചു, വളരെ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു വിട്ടു. കുറച്ചു സെക്കൻഡുകൾ വേദിയിൽ കനത്ത നിശബ്ദത തളം കെട്ടിനിന്നു. തന്റെ ഉള്ളിൽ ആഞ്ഞടിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനെ അവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി. അവന്റെ മുഖഭാവങ്ങൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരുന്നു. അടുത്ത നിമിഷം 103 റൺസ് അടിച്ചുകൂട്ടിയ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ബൌളർമാരെ തച്ചു തകർത്ത ആ കൊലയാളി ബാറ്റ്സ്മാൻ ലോകത്തിനു മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു.
വൈഭവിന്റെ കവിളുകളിലൂടെ കണ്ണുനീരൊഴുകിയിറങ്ങി. കൈകൊണ്ട് കണ്ണുനീർ തുടയ്ക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ വികാരങ്ങൾ, അവന്റെ വർഷങ്ങളിലെ കഠിനാധ്വാനം, അവന്റെ കുടുംബമനുഭവിച്ച കടുത്ത യാതനകൾ എല്ലാം അവന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമായിരുന്നു. കുറച്ചു മുൻപ് വരെ ശബ്ദമുഖരിതമായിരുന്ന സ്റ്റേഡിയം പെട്ടെന്ന് നിശബ്ദമായി. TV സ്ക്രീനുകളിൽ മത്സരം കണ്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് ആരാധകരുടെ കണ്ണുകളും ആ കാഴ്ച കണ്ട് നനഞ്ഞു. ക്രിക്കറ്റ് മൈതാനത്ത് ഒരു കളിക്കാരൻ ഇങ്ങനെ കരയുന്നത് കാണിക്കുന്നത് ആ വിജയത്തിനു പിന്നിൽ അവൻ എത്രമാത്രം പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ടെന്നും എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചുകൂട്ടിയിട്ടുണ്ടെന്നും എത്ര വിയർപ്പൊഴുക്കിയിട്ടുണ്ടെന്നുമാണ്. കുറച്ചു കഴിഞ്ഞ് സ്വയം നിയന്ത്രിച്ച് ഒരു സിപ്പ് വെള്ളം കുടിച്ച ശേഷം ഇടറിയ ശബ്ദത്തിൽ വൈഭവ് പറഞ്ഞ വാക്കുകൾ രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയവും കീഴടക്കി. നനഞ്ഞ കണ്ണുകളോടെ ഗാലറിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് വൈഭവ് പറഞ്ഞു, ഹർഷ സാർ, എന്നോട് ക്ഷമിക്കണം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ കരയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇത്ര വലിയ ഒരു വേദിയിൽ പാറ്റ് കമ്മിൻസിനെ പോലുള്ള ബൌളർമാർക്ക് മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ ബാറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞതിനു പിന്നിൽ നമ്മുടെ സ്വന്തം സഞ്ജുഭായ്ക്ക് എനിക്ക് വലിയ കടപ്പാടുണ്ട്. സഞ്ജുഭായ് മുൻപ് എനിക്ക് പറഞ്ഞു തന്ന തന്ത്രങ്ങളും അദ്ദേഹത്തിന്റെ മെന്ററിംഗുമാണ് ഞാൻ ഇന്ന് ക്രീസിൽ ഉപയോഗിച്ചത്. ഇപ്പോഴും അദ്ദേഹം എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ഉപദേശങ്ങളും നൽകി ഒരു വലിയ ജ്യേഷ്ഠനെ പോലെ എന്നെ ചേർത്ത് നിർത്തുന്നു. അദ്ദേഹത്തിന്റെ ആ മെന്ററിംഗ് ആണ് എന്നെ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിച്ചത്. ഇന്ന് മുഴുവൻ ലോകവും ഞാൻ അടിച്ച 12 സിക്സറുകൾ മാത്രമാണ് കാണുന്നത്. എന്നാൽ എനിക്കിന്ന് കാണാൻ കഴിയുന്നത് എന്റെ അച്ഛന്റെ 12 വർഷത്തെ പോരാട്ടമാണ്. ഇന്ന് ഞാൻ നേടിയ 103 റൺസ് എന്റേതല്ല. എന്റെ ഈ സെഞ്ചുറിയും ഈ മാൻ ഓഫ് ദ മാച്ച് അവാർഡും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ നേട്ടവും ഞാനിപ്പോൾ ഗാലറിയിലിരുന്ന് എന്നെ നോക്കിക്കാണുന്ന എന്റെ മാതാപിതാക്കൾക്ക് മാത്രമായി ഞാൻ സമർപ്പിക്കുന്നു. വൈഭവ് തൊണ്ട അപ്പോഴും ഇടറുകയായിരുന്നു. എന്നാൽ അവന്റെ ഓരോ വാക്കിലും തന്റെ മാതാപിതാക്കളോടുള്ള വലിയ ബഹുമാനവും അചഞ്ചലമായ വിശ്വാസവും അളവറ്റ സ്നേഹവും നിറഞ്ഞുനിന്നു. അവൻ തുടർന്നു, സർ, ഞങ്ങൾ വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ആദ്യമായി ക്രിക്കറ്റ് കളിക്കാൻ വാശി പിടിച്ച സമയത്ത് എനിക്കൊരു നല്ല ബാറ്റ് വാങ്ങിത്തരാൻ അച്ഛന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ഞാൻ പട്ടിണി കിടക്കാതിരിക്കാൻ എന്റെ അച്ഛൻ രാവിലെ മുതൽ രാത്രി വരെ കഠിനമായി അധ്വാനിച്ചു. സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കുന്ന എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷൂസ് എപ്പോഴും കീറിയതായിരുന്നു. എന്നാൽ എനിക്ക് ഗ്രൗണ്ടിൽ നന്നായി കളിക്കാൻ അദ്ദേഹം എപ്പോഴും പുതിയ സ്പൈക്കുകൾ വാങ്ങിത്തരുമായിരുന്നു. ഇത്രയും ദരിദ്രനായ ഒരു കുട്ടിക്ക് ക്രിക്കറ്റിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ എന്റെ അച്ഛൻ ലോകത്തോട് മുഴുവൻ പോരാടി എനിക്കൊപ്പം നിന്നു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെ ഹൃദയം തകർത്തു. എനിക്ക് വേണ്ടി എന്റെ അമ്മ എത്ര രാത്രികൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എനിക്ക് ഫോം നഷ്ടപ്പെടുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ എന്റെ അമ്മ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറയുമായിരുന്നു, ഒരു ദിവസം എന്റെ മകൻ ടിവിയിൽ വരും, ലോകം മുഴുവൻ അവന്റെ പേര് വിളിക്കും. ഇന്ന് ഞാൻ 36 പന്തിൽ സെഞ്ചുറി അടിക്കുമ്പോൾ എനിക്ക് പാറ്റ് കമ്മിൻസിന്റെ പന്തുകളല്ല കാണാൻ കഴിഞ്ഞത്. എന്റെ വിജയത്തിനായി എന്റെ അമ്മ ഒഴുക്കിയ കണ്ണുനീര് മാത്രമാണ് ഞാൻ കണ്ടത്. ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഈ 1 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്ക് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമാണ്. ഗാലറിയിലുള്ള എന്റെ മാതാപിതാക്കളുടെ മുഖത്തെ ആ സന്തോഷമാണ് എന്റെ യഥാർത്ഥ സമ്പത്ത്. അവസാനം ക്യാമറയിലേക്ക് നോക്കി വൈഭവ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. പപ്പ, മമ്മി, നിങ്ങൾ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കിത്രമാത്രം പറയാനേ ഉള്ളൂ. നിങ്ങളുടെ ഈ മകൻ ഇന്ന് നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഈ സെഞ്ചുറി പൂർണ്ണമായും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ശകാരങ്ങളും അടിയും സ്നേഹവും പിന്തുണയും എന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കളെ ലഭിച്ചത് എന്റെ ഭാഗ്യമാണ്. താങ്ക് യു പപ്പ, താങ്ക് യു മമ്മി. ഈ അവാർഡ് നിങ്ങളുടേതാണ്. വൈഭവ് വികാരനിർഭരവും കണ്ണീരണിയിക്കുന്നതുമായ ആ വാക്കുകൾ അവസാനിപ്പിച്ചയുടനെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അവനായി കൈയടിച്ചു. ഭാരതീയ സംസ്കാരത്തിന്റെയും മൂല്യങ്ങളുടെയും ഏറ്റവും മനോഹരമായ ഒരു മുഖമാണ് ഈ ഒറ്റ പ്രസ്താവനയിലൂടെ അവൻ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത്. അല്പം വിജയം ലഭിക്കുമ്പോഴേക്കും അഹങ്കാരം കൊണ്ട് ആകാശത്ത് പറക്കുന്ന, സ്വന്തം മാതാപിതാക്കളെ വരെ മറക്കുന്ന ഇന്നത്തെ സ്വാർത്ഥ ലോകത്ത് 15 വയസ്സുള്ള ഒരു യുവതാരം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ തന്റെ മാതാപിതാക്കൾക്ക് നൽകുകയായിരുന്നു. ഇതൊരു സാധാരണ കാര്യമല്ല. വൈഭവിന്റെ മികച്ച മൂല്യങ്ങളെയും അവൻ എത്രമാത്രം മണ്ണിലിറങ്ങി നിൽക്കുന്നവനാണെന്നും ഇത് കാണിക്കുന്നുണ്ട്. ഗാലറിയിലിരുന്ന ആ മാതാപിതാക്കളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയ വേദിയിൽ ലോകത്തിനു മുന്നിൽ തങ്ങൾക്കു വേണ്ടി കരയുന്ന, തന്റെ അവാർഡ് തങ്ങൾക്ക് സമർപ്പിക്കുന്ന സ്വന്തം മകനെ കണ്ടപ്പോൾ അവരുടെ നെഞ്ച് അഭിമാനം കൊണ്ട് വികസിച്ചിട്ടുണ്ടാകും. ഇത്രയും ഉയരങ്ങളിലെത്തിയിട്ടും തങ്ങളുടെ കഷ്ടപ്പാടുകൾ അവൻ മറന്നില്ല എന്നത് ഏതൊരു മാതാപിതാക്കൾക്കും ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വത്താണ്. അവരുടെ വർഷങ്ങളുടെ അധ്വാനവും ആ കീറിയ ഷൂസും പട്ടിണി കിടന്ന രാത്രികളുമെല്ലാം ഇന്ന് പൂർണ്ണമായും ഫലം കണ്ടുവെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും. വൈഭവിന്റെ കണ്ണീരണിയിക്കുന്ന ആ വാക്കുകളും അവന്റെ ആ 103 റൺസിന്റെ സംഹാര താണ്ഡവവും, ഇവ രണ്ടും ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലും ഹൃദയത്തിലും കാലങ്ങളോളം മായാതെ നിൽക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.